ശരത്, ലോകം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചർച്ച അത് വാഷിങ്ടണിൽ പൂർത്തീകരിക്കപ്പെടുന്നു. ട്രംപും സെലൻസ്കിയും യൂറോപ്യൻ യൂണിയനിലെയും അവിടുത്തെ രാജ്യങ്ങളിലെയും പ്രധാന നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന മീറ്റിംഗ് ആണ് കടന്നുപോയത്. അതിൽ പക്ഷേ ലോകം പ്രതീക്ഷിച്ചിരുന്ന പോലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരം. അതുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കുന്നത് സെലൻസ്കിക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് സൈനിക സുരക്ഷയും നൽകും. അതായത് യുദ്ധം അവസാനിക്കുന്നില്ല, പക്ഷേ തൊട്ടടുത്ത് കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ തന്നെ പുടിനും സെലൻസ്കിയും ട്രംപും കൂടി ഇരിക്കുന്ന രീതിയിൽ, അതായത് രണ്ടുപേരെയും കൂടി ഇരുത്തി അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അലാസ്കയിൽ പുടിൻ എത്തിയപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് യുദ്ധം നിർത്തണം എന്ന തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും വിദഗ്ധർ വിലയിരുത്തിയത് അത് അങ്ങനെ തീരുമാനത്തിലേക്കല്ല, ഇതൊരു പ്രക്രിയയാണ്. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരു യുദ്ധം നിർത്താൻ സാധിക്കില്ല. ഘട്ടം ഘട്ടമായുള്ള, ഇപ്പം ആദ്യം പുടിനോട് സംസാരിക്കുന്നു, പിന്നെ അത് സെലൻസ്കിയോട് സംസാരിക്കുന്നു, ഇനി ഒരുമിച്ചിരുന്നുള്ള സംസാരം. ഇന്നലെ പോലും മീറ്റിങ്ങിനിടയിൽ ഏകദേശം 40 മിനിറ്റോളം ട്രംപ് മീറ്റിങ്ങിനിടയിൽ തന്നെ പുടിനോട് ഫോണിൽ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകളും വരുന്നത്. എന്തായാലും ഒരു സമാധാനത്തിൻ്റെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. പക്ഷേ അത് എത്ര നാളെടുക്കും എന്ന കാര്യത്തിൽ ഒരു ആശങ്കയും ഉണ്ടല്ലേ ശരത്? അതെ, എന്തായാലും നമ്മൾ ഈ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ എപ്പോഴും വേണ്ടത് ഒരു ഉത്തരമാണ്. ഒരു ഉത്തരം ഇതുവരെയും പൂർണ്ണമായിട്ട് കിട്ടില്ല. അത് പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയിലും ഉണ്ടായില്ല. അതുപോലെ തന്നെ സെലൻസ്കിയെ കണ്ടതിന് ശേഷവും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ സമാധാനപരമാണ്. ഇപ്പോൾ സെലൻസ്കിയും പറയുന്നതാണ് ട്രംപിന്റെ ഇടപെടൽ പ്രശംസനീയമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും പുടിനും അതുപോലെ തന്നെയാണ് പറയുന്നത്. എന്താണ് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത്? അപ്പം ട്രംപിന്റെ ലക്ഷ്യം എന്താണ് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇതിലൂടെ അദ്ദേഹത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിൽ പോലും ഇതിൽ വരുന്നത് ട്രംപിന് ഒരു സമാധാനവാദി അല്ലെങ്കിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളായിട്ട് നമുക്കിതിനെ വിലയിരുത്താം. അത് മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് നേട്ടമുള്ളൂ. പിന്നെ ഉള്ളത് ഈ രാജ്യങ്ങൾ എന്തുകൊണ്ട് ട്രംപിനെ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഇന്ത്യ, അതായത് മോദി കൃത്യമായിട്ട് ഈ പഹൽഗാം വിഷയത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും വ്യാപാരകരണത്തിൽ ഇത്രയും വലിയ സങ്കീർണമായിട്ട് സ്ഥിതി ഉണ്ടായിട്ട് പോലും ട്രംപിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിന്നാണ് ഈ 2 രാജ്യങ്ങൾ എന്തുകൊണ്ട് താരതമ്യേന ഇന്ത്യയേക്കാൾ കുറച്ചുകൂടി ലോകശ്രദ്ധ ആകർഷിക്കുന്ന 2 രാജ്യങ്ങൾ എന്തുകൊണ്ട് ട്രംപിന് വേണ്ടി ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ മാധ്യമങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള രഹസ്യ കരാറുകളോ മറ്റോ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും. അത് തന്നെയായിട്ടാണ് കണക്കാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ട്രംപിന്റെ ഇടപെടൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇതിനകത്ത് ഉണ്ടാകുന്നു, അവിടെ എന്താണ് പരസ്യമായിട്ടൊരു പ്രതികരണം ഉണ്ടാകാത്തത്. എന്തായാലും വീണ്ടും ഒരു ചർച്ചകൾ വരുന്നുണ്ട്. ഇനി പുടിൻ ഇനി മോസ്കോയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ട്രംപിനെ. അവിടെ പോയിട്ടുള്ള ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷം സെലൻസ്കി കൂടെ കൂട്ടിയിരുത്തിയിട്ടുള്ള സംസാരം, അതിനകത്ത് അവർക്ക് വേണ്ട ഒരു ഉത്തരം ഉണ്ടാകുമോ എന്നുള്ളതാണ്. മാത്രമല്ല മഞ്ജ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തിനാണോ യുദ്ധം തുടങ്ങിയത് അതിന് ഒരു പരിഹാരം. ഈ 2 രാജ്യങ്ങൾക്ക് അവരുടേതായ ഒരു ആവശ്യങ്ങളുണ്ട്. അതുണ്ടായിട്ടുണ്ടോ? അതൊന്നും കൃത്യമായിട്ട് നമുക്ക് പുറത്തു വന്നിട്ടില്ല. ഇവരെല്ലാം തന്നെ നമുക്ക് അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഉത്തരങ്ങൾ മാത്രമേ നിലവിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ളൂ. അതിന്റെ ബലമായിട്ടാണ് പലരും ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് പോലും ഇവരെന്തായിരിക്കും സംഭാഷണം നടത്തിയത്, എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം, സെലൻസ്കി കുറച്ച് റിബൽ മോഡലിലായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാൾ. സെലൻസ്കി എപ്പോഴും ഒരു പട്ടാള വേഷത്തിലാണ് വന്നിരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം ട്രംപ് അടക്കമുള്ള ഈ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സിന്റെ ഡെക്കോറം വളരെ ഇമ്പോർട്ടന്റ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇത്തവണ വന്നപ്പോൾ കോട്ടും സ്യൂട്ടും ഇട്ടാണ് സെലൻസ്കി വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അഭിനന്ദിച്ചുകൊണ്ടാണ് ട്രംപ് സെലൻസ്കിയെ സ്വീകരിക്കുന്നത്. അപ്പം സെലൻസ്കി കുറച്ചുകൂടി മയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നീട് നടന്ന ഏകദേശം 6 മണിക്കൂറോളം നീളുന്ന ഒരു ചർച്ചയിൽ സ്വാഭാവികമായും എന്തിനാണ് യുദ്ധം നടന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ശരത്. അതായത് യൂറോപ്യൻ യൂണിയനിൽ യുക്രൈൻ അംഗത്വം പാടില്ല. അതേപോലെ ഈ കുറച്ചധികം പ്രവിശ്യകൾ, അത് 12 വർഷങ്ങൾക്ക് മുമ്പ് ഒബാമ ഭരിച്ചിരുന്ന കാലഘട്ടം മുതൽ റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ റഷ്യയുടേതാണെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. അതായത് ആ സോവിയറ്റ് സഖ്യത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രം എന്ന രീതിയിൽ അത് USSR ആണ്, ഇത് ഒരേ ജനതയാണെന്നുള്ളൊരു പിടിവാശിയാണ്. അപ്പം അതിനെതിരെ അമേരിക്കയാണ് ആയുധവും ആളെയും കൊടുത്ത് സെലൻസ്കിയെ പൂർണ്ണമായും പിന്തുണച്ചിരുന്നത്. അതുകൊണ്ട് ട്രംപിനൊരു സമാധാന നോബൽ എന്ന് പറയുന്നിടത്ത് വരുന്ന സമയത്ത് ഈ സെലൻസ്കിയോട് ചർച്ച നടത്തുന്നതിന് തൊട്ട് മുൻപ് ട്രംപ് നടത്തിയ പരസ്യമായ പ്രസ്ഥാനം ട്രൂത്ത് സോഷ്യൽ അടക്കം പറഞ്ഞത് മര്യാദയ്ക്ക് പ്രവിശ്യ എല്ലാം വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി വിചാരിച്ചാൽ നടക്കും എന്നാണ്. അതേ ട്രംപാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ചർച്ചയ്ക്കൊടുവിൽ
സെലൻസ്കിക്ക് ആയുധബലം കൊടുത്ത് അല്ലെങ്കിൽ സൈനിക സഹായം കൊടുത്ത് പിന്തുണയ്ക്കുമെന്ന്. അതായത് ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ്. ഇത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ച സമാധാനത്തിലെത്തിയാലും ഇല്ലെങ്കിലും ട്രംപ് എന്ന് പറയുന്ന ഒരാൾക്ക് അയാൾ പൂർണ്ണമായും അർത്ഥത്തിൽ സീറോയാണ്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു. ട്രംപിന്റെ കാര്യം നമ്മൾ നോക്കാം. ആദ്യം തന്നെ ട്രംപിനെ നമുക്ക് രണ്ടായിട്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും പോലെ ഒരേ സമയം അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ അതേസമയം അപ്പുറത്തെ വശത്ത് ഒരു ട്രംപ് എന്നൊരു ബിസിനസ്മാനും രണ്ടുപേരും തമ്മിലുള്ളതാണ്. അപ്പൊ രണ്ടുപേർക്ക് തന്നെ പരസ്പരം എന്താണ് ചിന്തിക്കുന്നതെന്നും പറയുന്നത് സന്ദർഭോചിതമായിട്ടാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നൊന്നും ഒരു വ്യക്തതയില്ല. ഇവിടെ ഒരു വശത്ത് നേരത്തെ പറയുമ്പോൾ തന്നെ പുടിനെ കാണുമ്പോൾ സെലൻസ്കിയുടെ നേരത്തെ പുടിനെ അതായത് ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ട, നിങ്ങൾ അങ്ങനെ തുടരുമെന്ന് പറയുന്നതുകൊണ്ടായിരിക്കുമല്ലോ പുടിൻ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ കാര്യങ്ങൾക്ക് നിന്ന്. അല്ലാതെ എനിക്കൊന്ന് റഷ്യയുടെ പരമാധികാരി എന്ന രീതിയിൽ നിൽക്കുന്ന പുടിൻ ഒരിക്കലും ട്രംപിന്റെ വാക്കുകളിൽ വീഴുന്ന ഒരാളല്ല നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ട്രംപ് എങ്ങനെയായിരിക്കും അവിടെ നിന്നത്? ഇപ്പോൾ സെലൻസ്കി നമുക്കറിയാം കുറച്ചുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, എന്നാൽ പോലും ട്രംപ് പൂർണ്ണമായിട്ടും എന്ത് പറയാനാണ് ഒരു കടുപ്പിച്ചൊരു രീതി എടുത്തിട്ടുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഏകദേശം മനസ്സിലാവും ട്രംപ് കാണുന്നവരെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വഴങ്ങിയായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ട്രംപിനെ രണ്ടായിട്ട് കണക്കാക്കി ആ രീതിയിലേ നിൽക്കാനടുത്ത് നിൽക്കാൻ അറിയാം. അതേപോലെ തന്നെ പക്ഷേ ഇത് നമുക്ക് ബേസിക്കലി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെന്നെത്തുന്നത് ട്രംപ് എന്ന ഒരു വ്യക്തിത്വത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് ഇനി ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവി അലങ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല. അദ്ദേഹത്തിന് വേണ്ടത് ട്രംപ് ഇങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ചീത്തപ്പേരുകളുണ്ട്. പെപ്സ്റ്റീൻ വിഷയങ്ങൾ അടക്കമുള്ള ചീത്തപ്പേരുകൾ മാറ്റണം. അതുപോലെ തന്നെ അമേരിക്കൻ ജനത തന്നെ ഓർത്ത് അഭിമാനിക്കണം, കൈയടിക്കണം എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും ട്രംപിനുണ്ടാകാം. അപ്പോൾ അതിനുവേണ്ടി ഒരു വാഴ്ത്തപ്പെട്ടവന്റെ ഒരു പരിവേഷത്തിന് വേണ്ടി ആയിരിക്കാം ഈ ഒരു കാട്ടിക്കൂട്ടലുകളിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനി വേണ്ടത് അടുത്തൊരു 1-2 മാസത്തിനകത്ത് ഒരു ഉത്തരം കിട്ടണം. അതായത് അദ്ദേഹം ഇപ്പൊ ട്രംപ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സാമ്പത്തിക പ്രശ്നം, രണ്ടാമത്തെ കാര്യം ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്യുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യം, യുദ്ധം ബാക്കി വെക്കുന്നതൊന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നോബൽ പ്രൈസിന് വേണ്ടിയാണെങ്കിലും അമേരിക്ക ഇങ്ങനെ ഒരു ഇനീഷ്യേഷൻ എടുക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ട്രംപ് ആദ്യം പറഞ്ഞത്, അധികാരത്തിൽ കയറി ആദ്യം പറഞ്ഞത് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ യുദ്ധം നിർത്തുമെന്ന് പറയുന്നു. കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് വൈറ്റ് ഹൗസിൽ നടത്തിയ പത്രസമ്മേളനത്തിനിടയിൽ ഞാൻ വിചാരിച്ച പോലെയല്ല, എന്തുകൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം താങ്കൾ അവസാനിപ്പിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്നാണ് മറുപടി പറഞ്ഞത്. ഇന്നലെ ഇങ്ങനെയല്ലായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ്. അതുകൊണ്ട് ട്രംപിനെ നമുക്ക് നമ്പാൻ പറ്റില്ല. പക്ഷേ ആത്യന്തികമായി ഈ എടുക്കുന്ന ഒരു ഇനീഷ്യേഷൻ അത് അമേരിക്കയ്ക്ക് മാത്രം സാധ്യമാകുന്നുണ്ട്, അത് ട്രംപിന്റെ കഴിവുമല്ല. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ അതേ ഇന്നും പറഞ്ഞിട്ടുണ്ടായത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കി, പക്ഷേ ഇന്ത്യ അവിടെ സ്റ്റാൻഡായിട്ട് നിൽപ്പുണ്ട് അവിടെ. അതേസമയം മറ്റു വിഷയങ്ങളിലും ഇടപെട്ട് തലയിട്ട് കുറെ നോക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അത്യന്തികമായിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതിനകത്ത് റിസൾട്ട് ഉണ്ടാകുമോ എന്നാണ്. അദ്ദേഹത്തിന് ഇപ്പം ഇതിനെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വന്ന് നിൽക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയും സമാധാനമാണ് വേണ്ടത്. ഇവിടെ അതിന് പ്രസക്തി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഈ പാകിസ്ഥാനിയുടെ ഇടപെടലുണ്ടായി എന്ന് വെച്ചിട്ട് ജനങ്ങൾക്ക് ഇവിടെ എന്താണ് വേണ്ടത്? ഇപ്പം അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ട്രംപിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതാണ്. അവിടെ ജനങ്ങൾക്ക് ഇതുവഴി എന്തെങ്കിലും സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നേരത്തെ പറയുന്നത് തന്നെ റഷ്യ യുക്രൈൻ വിഷയം, അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ വിഷയം, ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ട് ഇതിലെന്തായാലും കാര്യമായ റിസൾട്ടുകൾ ഉണ്ടായോ? ഇപ്പം എല്ലാത്തിനും ഒരു ചോദ്യചിഹ്നം മാത്രമായിട്ട് നിൽക്കുകയാണ്. ഇനിയും അവിടെ നേരത്തെ പറയുന്നത് എന്ന് വെച്ചിട്ട് റഷ്യ നിർത്തിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസവും ആക്രമണത്തിൽ 7 പേർ മരിക്കുകയുണ്ടായി, യുക്രൈൻ ആക്രമിച്ചിട്ട്. അതുപോലെ തന്നെ കുട്ടികളടക്കം അതിനകത്ത് ഭാഗമായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതിനുശേഷമേ നമുക്ക് പറയാൻ പറ്റും ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമോ, അത് അനിവാര്യമാണോ എന്ന കാര്യങ്ങൾ പിന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്.